NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ നടൻ അനൂപ് ചന്ദ്രൻ ഉയർത്തിയ വിമർശനങ്ങളെ തള്ളി അനൂപിന്റെ കുടുംബം. അനൂപ് പറഞ്ഞത് സ്വന്തം അഭിപ്രായം മാത്രമാണെന്ന് പ്രതികരണം. ജനശ്രദ്ധ കിട്ടാൻ ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് എന്ന് ബന്ധു. സുകുമാരൻ നായരുടെ മാടമ്പിത്രം എത്രനാൾ തുടരണമെന്ന് സമുദായം തീരുമാനിക്കണമെന്നതായിരുന്നു അനൂപ് ചന്ദ്രന്റെ പ്രതികരണം. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ളത്. അനൂപുമായിട്ട് ഞാൻ ഇപ്പോൾ കോണ്ടാക്ട് ഇല്ല. 6 വർഷമായി അനൂപുമായിട്ട് വലിയ ബന്ധങ്ങൾ പുലർത്തുന്നില്ല. ഞാൻ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാനും കണ്ടിരുന്നു. പക്ഷേ നമ്മളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ ചെയ്തതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കുടുംബമായിട്ടൊക്കെ ബന്ധമുണ്ട്, പക്ഷെ അവനായിട്ട് വലിയ അടുപ്പമില്ല. അടുപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല. എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അനൂപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉള്ള കാരണം കൊണ്ട് മാത്രമായിരിക്കും. NSS ഒരിക്കലും അതിന് ഇതല്ല. എനിക്കിപ്പം ഈ NSS എവിടെ പോകാൻ പറയുന്നോ അവിടെ ഞാൻ പോയേ പറ്റൂ. കാരണം NSS സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് കിട്ടിയത് അനൂപിന്റെ വാക്കുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ അഖിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, അനൂപ് ചന്ദ്രനെ ഈ പറയുന്ന കുടുംബാംഗങ്ങൾ തള്ളി പറയുന്നു, പക്ഷെ അതേസമയത്ത് തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതും. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു ട്രാൻസ്ഫർ ഓർഡർ, അതായത് ഇന്ന് രാവിലെ തന്നെ അനൂപ് ചന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു. ചങ്ങനാശ്ശേരിയിലെ മാർപ്പാപ്പയ്ക്ക് നല്ല നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ്. അതിലാണ് തന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് നേരത്തെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ നൽകി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് എന്തായാലും അനൂപ് ചന്ദ്രന്റെ സഹോദരനും ഒപ്പം തന്നെ ഭാര്യയും അവരുടെ മാതാപിതാക്കളുമായി അവിടേക്ക് NSS ജനറൽ സെക്രട്ടറി എത്തി കാണുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് അനൂപ് ചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾക്ക് കുടുംബത്തിനോ അല്ലെങ്കിൽ താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് സഹോദരനും സഹോദരന്റെ ഭാര്യയും പറയുന്നത്. അതേപോലെ ഞങ്ങൾ അത്ര അടുത്തു കഴിഞ്ഞില്ല, ജനറൽ സെക്രട്ടറി അവഹേളിച്ചത് ശരിയല്ല എന്ന നിലപാട് തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് പൂർണ്ണമായും അനൂപ് ചന്ദ്രന്റെ വാദങ്ങളെയും അനൂപ് ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെയും കുടുംബം തള്ളുകയാണ്. അതേസമയം ഇത്തരത്തിൽ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്, അതായത് സഹോദരന്റെ ഭാര്യയ്ക്ക് ഒരു ട്രാൻസ്ഫർ നൽകുകയും ചെയ്തിരിക്കുന്നത് ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കാണ് അനൂപ് ചന്ദ്രൻ രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരത്തിലൊരു നടപടിയിൽ നിന്നും NSS പിന്മാറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ NSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ കുടുംബം പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. കൃത്യമായി തങ്ങൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതായത് അനൂപ് ചന്ദ്രൻ പറയുന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു മനസ്സറിവും അല്ലെങ്കിൽ അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഞങ്ങളും അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലല്ല പോകുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ NSSനൊപ്പമാണ്, ജനറൽ സെക്രട്ടറി ഒപ്പമാണ് എന്ന കാര്യം അവർ NSS ജനറൽ സെക്രട്ടറി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഈ ഒരു നടപടിയിൽ നിന്ന് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഇതിൽ വിഷയം എന്ന് പറയുന്നത് അനൂപ് ചന്ദ്രന്റെ നടപടി, അനൂപ് ചന്ദ്രന്റെ മോശമായ പരാമർശങ്ങൾക്ക് പിന്നാലെ തന്നെ അനൂപ് ചന്ദ്രന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ഒരു ട്രാൻസ്ഫർ NSSന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു അനൂപ് ചന്ദ്രന്റെ പെരുമാറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം അനൂപ് ചന്ദ്രനാണ് എന്നാണ് സഹോദരന്റെ ഭാര്യ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അവർ അതിലൊരു വ്യക്തത വരുത്തുന്നു എന്നുള്ളത്. എന്തായാലും അനൂപ് ചന്ദ്രന്റെ കാര്യങ്ങൾ